ചെന്നൈയിൽ നടന്ന ഒന്നാമത് നാഷണൽ ഇൽദോ ചാമ്പ്യൻഷിപ്പിലും 20ാമത് സൗത്ത് വെസ്റ്റ് നാഷണൽ തായ്ക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിലും രണ്ടാം സ്ഥാനം പിടിച്ചെടുത്ത് ടീം കേരള. ഇരു ചാമ്പ്യൻഷിപ്പിലും കേരളത്തെ പ്രതിനിധീകരിച്ച് മികച്ച പ്രകടനം കാഴ്ചവെച്ച് മെഡലുകൾ വാരിക്കൂട്ടിയത് കണ്ണൂർ ജില്ലക്കാർ. നിരവധി ഗോൾഡ് മെഡലുകൾ അടക്കം വാരിക്കൂട്ടിയാണ് ഇവർ ചാമ്പ്യൻഷിപ്പിലെ താരങ്ങളായത്. ചെന്നൈ മൗണ്ട് ഫോർട്ട് ഓഡിറ്റോറിയത്തിൽ ഈ മാസം 31-ന് നടന്ന പ്രഥമ ദേശീയ ഇൽദോ ചാമ്പ്യൻഷിപ്പിലും 29 മുതൽ 31 വരെ തീയതികളിൽ നടന്ന 20ാമത് സൗത്ത് വെസ്റ്റ് നാഷണൽ തായ്ക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിലും കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്ത കണ്ണൂർ ജില്ലക്കാർ മെഡലുകൾ വാരിക്കൂട്ടി നാടിന് അഭിമാനമായി. സ്വർണം, വെള്ളി, വെങ്കലം എന്നീ മെഡലുകളാണ് ഇവർ നേടിയത്. മെഡൽ നേടിയ എല്ലാവരും കണ്ണൂർ പയ്യന്നൂർ മൂരിക്കോവൽ മാസ്റ്റേഴ്സ് തായ്ക്കൊണ്ടോ അക്കാദമിയിൽ നിന്നാണ് പരിശീലനം നേടിയത്. വിദ്യാർത്ഥികളൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചതായി തായ്ക്കൊണ്ടോ അധ്യാപകൻ ഡോക്ടർ വേണുഗോപാൽ കൈപ്രത്ത് പറഞ്ഞു. ഫസ്റ്റ് നാഷണൽ ഇൽദോ ചാമ്പ്യൻഷിപ്പ് ചെന്നൈ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ച് പയ്യന്നൂർ മാസ്റ്റേഴ്സ് തായ്ക്കൊണ്ടോ ഇൽദോന് വേണ്ടി ഇറങ്ങുകയും നമുക്ക് വളരെ നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. 4 ഗോൾഡ് മെഡലും അതുപോലെ 4 ബ്രോൺസ്, 2 സിൽവർ കിട്ടിക്കഴിഞ്ഞു. തായ്ക്കൊണ്ടോയുടെ പ്രധാന ഇനമായ ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് പാറ്റേണുകളിലായി ആർ കൃഷ്ണ, പ്രീജി എന്നിവർ സ്വർണവും നവദേവ് നാരായണൻ വെള്ളിയും രമ്യ ബാലൻ വെങ്കല മെഡലും കരസ്ഥമാക്കി. നേരിട്ടുള്ള പോരാട്ടം അഥവാ ഡയറക്റ്റ് ഫൈറ്റ് ഇനങ്ങളായ ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് സ്പാറിംഗ് വിഭാഗങ്ങളിൽ ആര്യൻ ഷൈജു, സ്വാലി എന്നിവർ സ്വർണ്ണ മെഡൽ നേടി. ഇൽദോ എന്ന ദക്ഷിണ കൊറിയൻ ആയോധന കലയിലെ കേരള ടീമിലെ കണ്ണൂർ സാന്നിധ്യവും ശ്രദ്ധേയമായി. പലതരം സ്വയം പ്രതിരോധ രീതികൾ, റോളുകൾ, പാറ്റേൺ എന്നിവ മത്സരങ്ങളുടെ മാറ്റുകൂട്ടി. ബൈറ്റ് ഇൽദോയിലെ വിവിധ വിഭാഗങ്ങളായി ആർ കൃഷ്ണ 2 സ്വർണവും 2 വെങ്കല മെഡലും, വേണി 2 വെള്ളിയും 2 വെങ്കലവും, ജിഷ, അഭിനവ്, സൂര്യനാരായണൻ എന്നിവർ യഥാക്രമം 4, 2, 1 വീതം വെങ്കല മെഡലും നേടി. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.